മക്കളെ പൊയ്ക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ മകനെ എന്റെ അടുത്ത് എത്തിക്കുന്നതുവരെ നിന്റെ 2 മക്കളും എന്റെ കസ്റ്റഡിയിലാണ്. കൈക്കരുത്തുള്ള മരുമകനെ ഉപയോഗിച്ചും പോലീസിൽ പരാതി കൊടുത്തുമൊക്കെ ഈ പിള്ളേരെ തിരിച്ചു കൊണ്ടുപോകാന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോ മനസ്സിൽ കണക്ക് കൂട്ടുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കൊച്ചുങ്ങളെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾ അത്ര അവിവേകത്തിലൊന്നും ഇറങ്ങരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ? വിട്ടോ പോ, നമുക്ക് പിന്നെ കാണാം. അച്ഛന്റെ മക്കളെ കേറി. വിട്ടോ 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 വിട്ടോ. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറഞ്ഞേ? ഒരു തെളിവ് ഉറപ്പുമില്ലാതെ അച്ഛൻ ഇങ്ങനൊരു കാര്യം എന്നോട് വന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്നുമോളെ, അച്ഛന്റെ ഗതികേടൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലും നീ അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പാടുണ്ടോ? പ്രതിഭ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവൾ അങ്ങനെ പറയേണ്ടത് തന്നെയാ. ആരായാലും അങ്ങനെ പറഞ്ഞു പോകും. എന്റെ വയറ്റിലുള്ള ജീവന്റെ തുടിപ്പിന് രാശിയില്ലെന്നും അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് പോലും അത് മുളപൊട്ടിയ ശേഷമാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് സഹിക്കുവച്ചാ. മോളെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ.